പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അതിശക്തമായി നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്ത് വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തുറന്നു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനഭാഗം യോഹന്നാന്റെ ജനനം ഒരു മുന്നറിയിപ്പ് പോലെയാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു മുന്നറിയിപ്പ്, അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടാകാനുള്ളൊരു കാരണമുണ്ട്. യോഹന്നാൻ ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. പുരോഹിത കുടുംബമായ സഖറിയാവ് എലിസബത്ത് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ പ്രായം ആയപ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോകുന്ന കാലത്ത് യഹൂദ രാജാവായ ഹെറോദോവിന്റെ കാലത്ത് അബിയാക്കൂരിൽ സഖറിയാവ് എന്നൊരു പേരുള്ള പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതി ഇല്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. രണ്ടുപേരും വയസ്സ് ചെന്നവരായിരുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നടത്തുന്നത്. ഇതുപോലെ നമുക്കറിയാം, പ്രായം ചെന്ന ശേഷം ദൈവം മക്കളെ കൊടുത്തത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനാണ്. അബ്രഹാമിന് ദൈവം മകനെ കൊടുത്തപ്പോൾ ആ മകനെ യാഗം കഴിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോൾ മടിയില്ലാതെ അബ്രഹാം അതിനുവേണ്ടി തയ്യാറായി പോകാൻ ദൈവം സന്നിധിയിൽ ഇടയായപ്പോൾ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് ദൈവം വിളിക്കാൻ ഇടവന്നെങ്കിൽ ഇവിടെ പ്രായം ചെന്ന സഖറിയാവിനും എലിസബത്തിനും കുഞ്ഞുങ്ങളില്ലാതിരിക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. പുരോഹിതനായിരുന്നിട്ടും ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരിക്കില്ല എന്ന് അറിയാം. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ അതിശക്തമായി ഇടപെടുന്നത് കാണുന്നത്. 8-ാമത്തെ വചനം മുതൽ നോക്കിക്കേ. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് ഞറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സഖറിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു, ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവിടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പനമ്മമാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നടത്തുക. പ്രിയമുള്ളവരെ, മക്കളുണ്ടാകാൻ താമസിക്കുമ്പോൾ, ഭയങ്കര പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ എന്തിനാ താമസിച്ച് മക്കളെ തരുന്നത്? സഖറിയാവിന് എന്തുകൊണ്ടാണ് ദൈവം താമസിച്ച്? പുരോഹിത കുടുംബമായ സഖറിയാവിന്റെ മകൻ ഒരു പുരോഹിതനായി ജനിക്കുന്നതിന് പകരം ദൈവം ഒരു പ്രവാചകനാക്കി ലോകത്തിലേക്ക് വിട്ടത് കർത്താവിന്റെ വഴിയൊരുക്കുവാൻ,
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി. കണ്ടോ, അനേകരെ ദൈവത്തിലേക്ക് ഒരുക്കി അടുപ്പിക്കുവാൻ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. ഫലമില്ലാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിഞ്ഞു കളയുമെന്നൊക്കെ ശാസനയോടുകൂടെ പലരോടും പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് തിരിഞ്ഞ് കർത്താവിലേക്ക് വരാൻ ഇടവന്നപ്പോൾ യോഹന്നാൻ ശ്രാവകൻ വിളിച്ചു പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഞാൻ മശിഹായല്ല, ഞാൻ മശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ്. പ്രിയമുള്ളവരെ, യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത സ്നാപകൻ കർത്താവിന്റെ പാത നേരെയാക്കാൻ കർത്താവിന്റെ വഴി ഒരുക്കി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവരാജ്യത്തിന് എത്ര മഹത്വമുള്ള പ്രവൃത്തി ചെയ്യാനാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുപോലെ ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക് ദൈവത്തിന്റെ വിളിക്കനുസരിച്ച് വരത്തക്ക വിധം പ്രാർത്ഥനയോടിരിക്കുന്ന ഒരു കുടുംബവും മാതാപിതാക്കളെയും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ കർത്താവെ, ഇതുപോലെ അനുഗ്രഹിക്കുന്നവന്റെ കരം വെക്കണം. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.